Alhamdulillahi Rabbil Alameen wassalatu wassalamu ala rasulihi Muhammad wa ala alihi wa ashabihi ajma'in amma ba'd. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Assalamu alaikum. സോറി, 2 മിനിറ്റ് ലേറ്റ് ആയി ലിങ്ക് ഇടാനായിട്ട്. ഞാൻ വേറെ എന്തൊക്കെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു, മറന്നുപോയി. പെട്ടെന്ന് കമ്പ്യൂട്ടറിലേക്ക് നോക്കിയപ്പോൾ എനിവേസ് അൽഹംദുലില്ലാ 7:30 മുമ്പ് കണ്ടല്ലോ, അത് തന്നെ സമാധാനം. ഓക്കെ, അപ്പൊ ഈ ടേബിൾ പഠിച്ച എല്ലാവരും ബാബ് തഫീൽ ഫോം 2 സർറഫ എക്സാമ്പിൾ. മാഷാഅല്ലാ റംല, വെരി ഗുഡ്. സർറഫ യുസറിഫു തസ്രീഫൻ. അപ്പൊ അതെന്താന്ന് നിങ്ങൾക്ക് അറിയാം ക്ലിയർ ആയിട്ട്. ഇത് ഫോം 2 ആണ്. ഫോം 1 ആദ്യത്തെ 6 സ്മോൾ ബാബ്സ് ആണ്. റിയലി ഓക്കെ ഓക്കെ. അപ്പോ ആദ്യത്തെ ഫോം 1 ഞാൻ ഇപ്പൊ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഫോം 1 എന്ന് പറയുന്നത് ആദ്യത്തെ 6 ബാബ്സ് ആണ്. നസറ, ദറബ, സമിയ, ഫതഹ, കറുമ ആൻഡ് ഹസിബ. അത് 6 എണ്ണമാണ് ഫോം 1. ഫോം 1ന്റെ മസ്ദർ എന്ന് പറയുന്നത് പലതരത്തിലുള്ള മസ്ദർ ആയിരിക്കും. നമുക്കത് ഡിക്ഷണറി നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ഡിക്ഷണറി ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം ലേറ്റർ സ്റ്റേജില്. പിന്നെ ഫോം 2 ആണ്. ഈ ഫോം 2 എന്ന് പറയുന്നത് ഇനി ഈ 6 സ്മോൾ ബാബ്സ് 3 റൂട്ട് ലെറ്റേഴ്സ് ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന 9 എണ്ണം ബേസിക്കലി എക്സ്ട്രാ ലെറ്റേഴ്സ്, 3 റൂട്ട് ലെറ്റേഴ്സിന്റെ കൂടെ എക്സ്ട്രാ ലെറ്റേഴ്സ് ആഡ് ചെയ്തിട്ടുള്ളതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അത് 9 എണ്ണാണ്. 9 കൂടുതലുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ 9 എണ്ണം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അതാണ് ബേസിക്. അതിനുശേഷം പിന്നെ നമ്മൾ ആഡ് ഓൺ ചെയ്ത് പോകും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഫോം 2 ആണ്. ഫോം 2 ബാബിന്റെ പേര് പഠിക്കണം. ബാബ് തഫീൽ എന്നുള്ളതാണ്. ഈ തഫീൽ എന്ന് പറയുന്നത് ഈ ബാബിന്റെ മസ്ദറിന്റെ ഫോമാണ്. എല്ലാ ബാബിന്റെയും മസ്ദറിന്റെ ഫോമാണ് അതിന്റെ പേരായിട്ട് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതില് ഇത്രയും ഈ ഒരു ടേബിൾ ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഇത് സർറഫ എന്ന് പറയുന്നതിന്റെ സർറഫ ഇസ് ദ മാദി, യുസരിഫു എന്ന് പറയുന്നത് മുദാരെ, തസ്രീഫൻ എന്ന് പറയുന്നത് മസ്ദർ, മുസരിഫുൻ എന്ന് പറയുന്നത് ഇസം ഫാഇൽ, സുർരിഫ മാദി മജ്ഹൂൽ, യുസറഫു മുദാരിഫ് മജ്ഹൂൽ, തസ്രീഫൻ അഗൈൻ മസ്ദർ, മുസറഫുൻ ഇസം മഫൂൽ, അമർസ് സരിഫ്, നഹീസ് തുസരിഫ്. ഇത്രയാണ് നമ്മൾ. പിന്നെ ദർഫ് ഇസ് മുസറഫുൻ. സെയിം ആസ് ഇസം മഫൂലിന്റെ സെയിം ആണ് ദർഫ് എന്ന് പറയുന്നത്. അത്രയാണ് ഈ ടേബിൾ. അപ്പൊ നമ്മൾ കാണാതെ പഠിക്കണം. പിന്നെ സർറഫ എന്ന് പറയുമ്പോൾ റിപ്പീറ്റഡ്ലി ചേഞ്ചിങ് എന്നാണ് മീനിങ് വരുന്നത്. ഇപ്പൊ നസല എന്ന് പറയുമ്പോൾ ഹി സെൻഡ് ഡൗൺ. ഓക്കെ, നസല എന്ന് പറയുന്നത് ഹി സെൻഡ് ഡൗൺ റിപ്പീറ്റഡ്ലി എന്നാണ് മീനിങ് വരുന്നത്. പിന്നെ ഖസമ എന്ന് പറയുമ്പോൾ ഹി ഡിവൈഡഡ്. ഓക്കെ, അല്ലെങ്കിൽ കട്ട് ചെയ്തു. ഓക്കെ, ഖസമ എന്ന് പറയുമ്പോൾ കട്ട് ഇറ്റ് ഇൻടു പീസസ് ആൻഡ് കട്ടിങ് ഇൻടു പീസസ്, അല്ലെങ്കിൽ എന്താ പറയാ, ഡിവൈഡിങ് ഇൻടു പീസസ്. ഓക്കെ, ബാബ് തഫീൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനോ? എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, സർറഫ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഡോണ്ട് വറി അബൌട്ട് ദ മീനിങ്. ഇപ്പോ ഈ ഒരു മാദിയുടെ മീനിങ് മനസ്സിലാക്കുക, ബാക്കി അതിനനുസരിച്ചിട്ട് നിങ്ങൾ തന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി. അത് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ അതിലേക്ക് പോവാത്ത തന്നെ. ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ഹവ് ഡൺ ഇറ്റ്. ആവശ്യമില്ല. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനിയിപ്പോ ഇതിന്റെ മീനിങ്സ് മനസ്സിലാക്കി. ഇപ്പൊ ഞാനൊരു എക്സ്ട്രാ ഇൻഫർമേഷൻ ആയിട്ട് പറയുന്നതാണ് ഈ റിപ്പീറ്റഡ്ലി ചേഞ്ചിങ് എന്നുള്ള മീനിങ്. ഞാൻ എക്സ്ട്രാ ഇൻഫർമേഷൻ ആയിട്ട് പറയുന്നതാണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് പഠിച്ചതുകൊണ്ട് ഞാനത് പറയണു. ഞാൻ പലയിടത്തുനിന്നും പഠിച്ചപ്പോ ഇവരാരും മീനിങ് പറഞ്ഞു തന്നിട്ടില്ല. ബിക്കോസ് മീനിങ് ഇസ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടന്റ്. ഇപ്പോഴത്തെ ഒരു കേസിൽ, ഇപ്പോഴത്തെ നിങ്ങളുടെ ലെവലിൽ മീനിങ് ഇസ് നോട്ട് ഇമ്പോർട്ടന്റ്. ഫോക്കസ് ഇസ് ടു ലേൺ ദ ടേബിൾ ബൈ ഹാർട്ട്. പിന്നെ പതുക്കെ മീനിങ്സ് വരും. പിന്നെ ഡിക്ഷണറി ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏതിന്റെ മീനിങ് വേണമെങ്കിലും നമുക്ക് ഏത് ഫെയില് കിട്ടിയാലും, ഐ മീൻ മോസ്റ്റ്ലി ഏത് ഫെയില് കിട്ടിയാലും നമുക്ക് അതിൽ നിന്ന് അതിന്റെ മീനിങ്ങും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഡോണ്ട് വറി അബൌട്ട് ദ മീനിങ് ടു മച്ച്. ഇപ്പൊ ഞാൻ ജസ്റ്റ് അറിയാവുന്ന ഇൻഫർമേഷൻ ഞാൻ പാസ് ചെയ്ത് പോകണമെന്നുള്ളൂ. ഓക്കെ, ഇനി ഖുറാനിലെ ആയാസ് വരുമ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. വൺസ് യു ലേൺ ദിസ് തിങ് ആൻഡ് വൺസ് യു അണ്ടർസ്റ്റാൻഡ് ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ടെന്ന് മനസ്സിലാവുമ്പോൾ യു ക്യാൻ ഡു ഇറ്റ്. അപ്പൊ ഇത്രയാണ് ഞാൻ എക്സ്ട്രാ ഇന്നലെ പറഞ്ഞത്. നീന, ഇനി എന്തെങ്കിലും എക്സ്പ്ലനേഷൻ വേണോ?
So it's not in my full form, right? See, നമ്മള് മഫൂൽ ഫോമിൽ നമ്മൾ പഠിച്ചത് 3 root letters ആണ്. That is a different thing. 3 root letters, the pattern is different. This is a different pattern. Okay, Lamia? മുജറദിന് സുലാസി മുജറദിന് ഒരു പാറ്റേൺ ആണ്. സുലാസി മസീദ് ഫി ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിന്റെ പാറ്റേൺ മാറും. ഓക്കെ, ഇനി ഇതിൽ ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ. ഇനിയിപ്പോ നമ്മള് ഫാല ഫാല ഫാലു ഫാല ഫാലത്ത ഫാല നമ്മൾ മാദി ടേബിൾ എക്സ്പാൻഡ് ചെയ്തില്ലേ. ഇതിന് പറയുന്നത് സർഫ് സഗീർ എന്നാണ്. എന്ന് വെച്ചാൽ സ്മോൾ സർഫ്, എന്ന് വെച്ചാൽ സ്മോൾ ബേസിക് മാത്രം. ഇനി ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നതാണ് സർഫ് കബീർ. അതാണ് അടുത്ത പേജിൽ. അത് നമ്മളുടെ എക്സ്പാൻഷൻ ഓഫ് ഈച്ച് ഓഫ് ദീസ്. സർറഫ, സർറഫ, സർറഫു, സർറഫത്ത്. അതിന്റെ ടേബിൾ ഇവിടെ ഉണ്ട്. മാദി മാറൂഫ്, ദറബ ദറബ ദറബു ഇല്ലേ, സെയിം. അത് നമ്മൾ മാദി എല്ലാത്തിനും ഈ ഒരു ടേബിളില് എല്ലാത്തിനെയും നമ്മൾ എക്സ്പാൻഡ് ചെയ്യും. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതിൽ പഠിക്കാനൊന്നുമില്ല. സർറഫ സർറഫ സർറഫു സർറഫ സർറഫത്ത സർറഫ്ന സർറഫ്ത. Inform to both ദർഫ് ഫാൻഡംസ് ഫൈല. മനസ്സിലാണോ? ദർഫ് മുസറഫ് ഫോം 2 ഒരു ദർഫിന്റെ ഫോമല്ലേ ഉള്ളൂ, മുസറഫുൻ. യാ, ഇസം മഫൂലിന്റെയും ദർഫിന്റെയും ഫോം സെയിം ആയിരിക്കും. ഓക്കെ, ഇത് മാദി ടേബിള്. ദറബ ദറബ ദറബു ഫോം ആണ്. സർറഫ സർറഫ, ഇത് ക്ലിയർ ആയിട്ട് സർറഫ്ന വരെ ഉള്ളത്. സുലേഖ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ മെസ്സേജ് ചെയ്യാം കേട്ടോ. ഇത് മാദിയുടെ എക്സ്പാൻഷൻ വിച്ച് ഇസ് സർഫ് കബീർ എന്ന് പറയും. ഓക്കെ, ഇനി സർറഫ യുസരിഫു. യുസരിഫു ആണ് മുദാരി. ഇനി മുദാരിനെ നമ്മൾ ടേബിൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. യഫലു യഫലാനി യഫലൂന തഫലു തഫലാനി യഫാലിന പഠിച്ചിട്ടില്ലേ. അതേപോലെ യുസരിഫു യുസരിഫാനി യുസരിഫൂന തുസരിഫു തുസരിഫാനി തുസരിഫ്ന തുസരിഫ് തുസരിഫു. ഇത് നിങ്ങൾക്ക് അറിയാലോ. സി ഇറ്റ് ഇസ് എ മുദാരി ടേബിൾ. സെയിം, ഞാൻ വായിക്കേണ്ട കാര്യമില്ല. ഉസരിഫു നുസരിഫു. This is a mudari table, this is a madi table, but we have put this bab into it. അത്രേ ഉള്ളൂ. ഇനി ഇത് അവർ എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. നിങ്ങളിപ്പോ ഇതിൽ വലിയ ഗുസ്തി പിടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇത് ഡെഫിനറ്റ്ലി നിങ്ങൾ പക്കയായിരിക്കണം. പിന്നെ ഇതിൽ നമുക്കറിയാലോ ലാം അമർ ഇതിന്റെ കൂടെ ചേരുമ്പോ ലി യുസരിഫ് ലി യുസരി. ഇത് ലാം ഓഫ് അമർ ഇതിന്റെ കൂടെ ആഡ് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. ലി യുസരിഫു ലി തുസരിഫ് ലി തുസരിഫ ലി തുസരിഫ്ന. പിന്നെ ഇവിടെ സരിഫ് ആണ്. നമ്മൾ പറഞ്ഞില്ല അമർ സരിഫ് ആണ് ഇല്ലേ. അപ്പൊ സരിഫ് ഹാദിർ അമർ. സരിഫ് സരിഫ സരിഫു സരിഫി സരിഫ സരിഫ്ന. നമ്മൾ പഠിച്ചിട്ടില്ലേ. ഇവിടെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടാ. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയണേ. ഇഫ് അല ഇഫലു ഇഫലി പഠിച്ചിട്ടില്ലേ. ഇഫൽ ഇഫല ഇഫലു ഇഫലി ഇഫല ഇഫ് അല്ല. നമ്മൾ ഹാദിർ അമർ പഠിച്ചിട്ടില്ലേ. അതാണ് ഇവിടെ ഈ കാണുന്നത്. ഓക്കെ, നമ്മൾ ഇവിടെ ഇതിന്റെ അമർ എന്താന്നാ പറഞ്ഞത്. സി ലുക്ക് അറ്റ് ദിസ്. ഇതിന്റെ അമർ മിൻഹു സറിഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇല്ലേ. സറിഫ്. അപ്പൊ അതാണ് അന്താണ് അതിന്റെ ഫായില്. സറിഫ്. പിന്നെ സരിഫ സരിഫു സരിഫി സരിഫ സരിഫ്ന. അണ്ടർസ്റ്റുഡ്? പക്ഷെ ഇതിനൊക്കെ ലാം വരും. അതേപോലെ തന്നെ ഇവിടെ ലാം ഓഫ് നഹി നഹി വരണോണ്ട് മജ്സൂം ആവുന്നു. ലാ യുസരിഫ് ലാ യുസരിഫ ലാ യുസരിഫു. ക്ലിയർ ആണ്? ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ. ഡൗട്ട്സ് വല്ലതും ഉണ്ടോ? നിങ്ങളുടെ കയ്യിൽ ബുക്ക് ഇല്ലേ? പേജ് നമ്പർ ചോദിക്കുന്നത് 101 102. then what is the problem? 102. ഒരു സെക്കൻഡ് കേട്ടോ. എവിടെ പോയി? ഓക്കെ,
ഇതിൽ ഡൗട്ട്സ് ഉണ്ടോ? ഇതിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഇത് ബേസിക്കലി മാദി ടേബിൾ എക്സ്പാൻഷൻ, ഇത് മുദാരി ടേബിൾ എക്സ്പാൻഷൻ, ദാറ്റ് ഇസ് സർഫ് കബീർ. ഇത് ലാം ഓഫ് അമറയുടെ കൂടെ ആഡ് ചെയ്തിരിക്കുന്നു, ആൻഡ് ഇത് ലാം ഓഫ് നഹി ആഡ് ചെയ്തിരിക്കുന്നു. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഇസം ഫായിലിന്റെ ടേബിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇസം ഫായിൽ എന്ന് പറഞ്ഞാൽ മുസർരിഫുൻ. ഓക്കെ, അപ്പൊ മുസർരിഫുൻ, മുസർരിഫാനി, മുസർരിഫൂന, മുസർരിഫത്തുൻ, മുസർരിഫത്താനി, മുസർരിഫാത്തുൻ. ഇസം ഫായിലിന്റെ ടേബിൾ നമ്മൾ പഠിച്ചതാണ് ടെക്സ്റ്റ് ബുക്കിൽ. മുസ്തഖാത്തിന്റെ ലിസ്റ്റിൽ ആദ്യം വരുന്നത് ഇസം ഫായിലാണ്. ഇസം ഫായിലിന് ഈ 6 ഫോം ഉണ്ടെന്ന് പഠിച്ചതാണ്, ഇസം ഫായിൽ, ഇസം മഫൂലിനും. അപ്പൊ അതാണ് ഇവർ എക്സ്പാൻഡ് ചെയ്ത് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ദിസ് ഇസ്, ഞാൻ ഈ ഒരു ബുക്കാണ് എല്ലാവർക്കും അയച്ചു കൊടുത്തിരിക്കുന്നത്. പേജ് നമ്പർ 102 അല്ലല്ലോ, വി ആർ ഡൂയിങ് പേജ് നമ്പർ 101. സോറി, എവിടെ പോയി? ഇത് പേജ് നമ്പർ, കാത്തല ആയിട്ടില്ല, കാത്തല ആവട്ടെ. ഇത് പേജ് 100 ആണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. പേജ് 100 is missing. ഓക്കെ, അപ്പൊ അതൊന്ന് അഡ്മിനെ കോണ്ടാക്ട് ചെയ്യാതോ നിങ്ങളുടെ ക്ലാസ്മേറ്റ്സിനെ കോണ്ടാക്ട് ചെയ്താൽ മതി. റിയലി എല്ലാവർക്കും മിസ്സിംഗ് ആണോ? സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണെങ്കിൽ ഞാൻ അഡ്മിൻസിനോട് ഒന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ. സോ അങ്ങനെയാണെങ്കിൽ വാട്ട് ഐ ഡു, ഐ സെൻഡ് യു ദ ഹോൾ ബുക്ക്. ഇതിപ്പോ ആവശ്യമില്ലാത്തത്. ഓക്കെ ഓക്കെ, ഇറ്റ്സ് പേജ് 100 മാത്രമേ ഇല്ലാത്തുള്ളൂ. ഓക്കെ ഓക്കെ, അപ്പൊ അത് തരാൻ പറയാം കേട്ടാ. നോക്കാം. ഡോണ്ട് വറി. ഇപ്പൊ തൽക്കാലത്തേക്ക് ഫോട്ടോ എടുത്ത് അയക്കാനും, എന്നിട്ട് വി വിൽ ഫൈൻഡ് ഔട്ട്. ഓക്കെ, ഡോണ്ട് വറി ട്ടാ. അപ്പൊ ഇപ്പൊ നമ്മൾ പഠിച്ചത് ഫോം 2 ആണ്. ഫോം 2 ബാബ് തഫീലാണ്. അതിന്റെ ഒരു എക്സാമ്പിൾ സർറഫയാണ്. ആൻഡ് ദാറ്റ്സ് ഓൾ. പിന്നെ സർറഫയുടെ ടേബിൾ നിങ്ങൾ കാണാൻ പഠിക്കണം. ഓരോ മാദി മുദാരി എല്ലാം എക്സ്പാൻഡ് ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. ഇതാണ് ഫോം 2. ഇനി ഫോം 3 ആണ്. ഓക്കെ, 100 മാത്രം മതി അല്ലേ? ഓക്കെ, ഇനി ഫോം 3 ആണ്. അതാണ് നിങ്ങൾ പറഞ്ഞ സാധനം, കാത്തല. ഓക്കെ, ദിസ് ഇസ് ഫോം 3. ഓക്കെ, ഫോം 3 എന്ന് പറയുന്നത് ബാബ് മുഫഅലത്തുൻ എന്നാണ് ഈ ബാബിന്റെ പേര്. ഓക്കെ, അപ്പൊ ഇതിലെന്ന് വെച്ചാൽ എക്സ്ട്രാ ഒരു അലിഫാണ് ഇതിൽ എക്സ്ട്രാ വരുന്നത്. ഓക്കെ, ഇതിന് ഈ അലിഫ് വരുന്ന ബാബ്സ് 2 എണ്ണം, ഐ തിങ്ക് ഇറ്റ്സ് ദേർ. ഓക്കെ, 2 എണ്ണം ഉണ്ട്. ഈ അലിഫ് വരുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ 2 ആൾക്കാരുടെ റോൾ അവിടെ വരും. ഈച്ച് അതർ എന്നുള്ളൊരു മീനിങ് അവിടെ വരും. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് കാത്തല എന്ന് പറയുന്നത് ബേസിക്കലി ഫൈറ്റിംഗ് വിത്ത് ഈച്ച് അതർ, അല്ലെങ്കിൽ കില്ലിങ് ഈച്ച് അതർ എന്നുള്ളൊരു സാധനം ഈ അലിഫ് വരുമ്പോ വരും. അതാണ് നിങ്ങൾ നോട്ടീസ് ചെയ്യേണ്ട കാര്യം. 2 പേരുടെ റോൾ അവിടെ വരും. ഈ കാത്തല എന്ന് പറയുന്നത് ദേ ഫോട്ട് ഈച്ച് അതർ. ഓക്കെ, 2 പേരുടെ റോൾ അവിടെ വരും. കില്ലിങ് ഈച്ച് അതർ, ഫൈറ്റിംഗ് ഈച്ച് അതർ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അപ്പൊ ഇപ്പോ ഒരു എക്സാമ്പിൾ, കത്തല എന്ന് പറഞ്ഞാൽ ഹീ കിൽ അല്ലെങ്കിൽ ഹീ ഫോട്ട്. കത്തല. ഓക്കെ, കത്തല യഖ്തുലു ബാബ് നസറ. കത്തല എന്ന് പറഞ്ഞാൽ ഹീ ഫോട്ട് അല്ലെങ്കിൽ ഹീ കിൽഡ് എന്ന് മീനിങ് വരാം. കത്തല ഏത് ഫോം 2 ബാബ് തഫീൽ. കത്തല എന്ന് വരികയാണെങ്കിൽ ഹീ കിൽഡ് റിപ്പീറ്റഡ്ലി അല്ലെങ്കിൽ ഹീ ഫോട്ട് റിപ്പീറ്റഡ്ലി എന്ന് മീനിങ് വരാം. ഓക്കെ, ഇനി ഖാതല എന്ന് പറഞ്ഞാൽ they fought each other and one person is more stronger than the other one. ഒരാൾക്ക് ശക്തി കൂടുതലാണ് എന്നുള്ള മീനിങ്. അപ്പൊ ഖതല എന്ന് പറഞ്ഞാൽ he killed അല്ലെങ്കിൽ he fought. ഖത്തല എന്ന് പറഞ്ഞാൽ he repeatedly killed or he repeatedly fought. And ഖാതല എന്ന് പറയുമ്പോൾ killing, they both tried fighting each other and one is more stronger than the other person. Clear ആണോ? ഓക്കെ, ഇനി ഇതിന്റെ മാദി മുദാരിഫ് ഈ സെയിം പാറ്റേൺ ആണ്. നിങ്ങൾ 2 ടേബിൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ പാറ്റേൺ ആയിട്ട് ഒരു ഫെമിലിയർ ആവും. പിന്നെ എല്ലാം ഈസി ആയിരിക്കും. ഖാതല യുഖാതിലു മുഖാതലതൻ. ദിസ് ഇസ് ദ മസ്ദർ which is the name of the ബാബ്. ഫഹുവ മുഖാതിലുൻ വഖൂതില. ഇതൊക്കെ നിങ്ങൾ പഠിക്കും. പിന്നെ എങ്ങനെയാണ് ഈ കൂത്തില വന്നതെന്നൊക്കെ. കൂത്തില, യുഖാതലു
മുഖാത്തലത്തൻ ഫഹുവ മുഖാത്തലുൻ അൽ-അംറു മിൻഹു ഖാതിൽ വന്നഹ്യു അൻഹു ലാ തുഖാതിൽ. ഓക്കെ ഓക്കെ അപ്പൊ ഇതാണ് ഇതിന്റെ ടേബിള്. ഈ ടേബിള് കാണാതെ പഠിച്ചേ പറ്റൂ. വേറെ ഓപ്ഷൻ നിങ്ങൾക്ക് ഞാൻ തരുന്നില്ല, പഠിച്ചേ പറ്റൂ. അപ്പൊ ഇത് ഫോം 3 ആണ്. ഓക്കെ ആൻഡ് ഇറ്റ് ഈസ് ബാബ് മുഫഅല. ക്ലിയർ ആണോ? ഇനി ഇതിന്റെ സർഫ് കബീർ ആണ്, which is extension of മാദി and extension of മുദാരി. ലാം ഓഫ് അമറും ലാം ഓഫ് നഹീം ആണ് കൊടുത്തിരിക്കുന്നത്. ഖാതല, ഖാതല, ഖാതലു, ഖാതലത്, ഖാതലത, ഖാതല. ഓക്കെ ഖാതൽത, ഖാതൽതുമ, ഖാതൽതും, ഖാതൽതി, ഖാതൽതുമ, ഖാതൽതു, ഖാതൽതുന്ന, ഖാതൽതു, ഖാതൽന. ഓക്കെ this is a മാദി. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ദഹബ ദഹബു പാറ്റേൺ തന്നെയാണ്. പിന്നെ യുഖാതിലു, യുഖാതിലാനി, യുഖാതിലൂന, തുഖാതിലു, തുഖാതിലാനി, യുഖാതിൽന, തുഖാതിലു, തുഖാതിലാനി. സെയിം മുദാരി ടേബിൾ ആണ്. തുഖാതിലാനി, തുഖാതിൽന, ഉഖാതിലു, നുഖാതിലു. പിന്നെ ലാം ഓഫ് അമർ അതിന്റെ മുമ്പിൽ ഇട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഖാതിൽ ആണ് ഇതിന്റെ അമർ. ഹാദിർ, അന്ത, ഫാഇൽ, ഖാതിൽ, ഖാതില, ഖാതിലു, ഖാതിലി, ഖാതില, ഖാതിൽന, ഖാതിൽന. അത്രേ ഉള്ളൂ. Okay, and this is the lam of nahi where it becomes majzum. പിന്നെ ഇവിടെ അതിന്റെ ഇസം ഫാഇലിന്റെ എക്സ്റ്റൻഷൻ മുഖാതിലുൻ, മുഖാതിലാനി, മുഖാതിലൂന, മുഖാതിലത്തുൻ, മുഖാതിലതാനി, മുഖാതിലാത്തുൻ. ഖാതല മീനിങ് അല്ലേ ഇപ്പൊ പറഞ്ഞത് ഞാൻ? ഷാഹിന കേട്ടില്ലായിരുന്നോ? ഏത് ഖാതല എഴുതിയോ? ഖാതല എന്ന് പറഞ്ഞാൽ ടു പീപ്പിൾ ഫൈറ്റിംഗ് ഈച്ച് അതർ. ഇത് ടു പീപ്പിൾ ഖാതല എന്ന് പറയുമ്പോ രണ്ട് പേര് ടുഗെദർ ഫൈറ്റിംഗ് എന്നുള്ള മീനിങ് ആയിരിക്കും ഇതിന് വരിക. ഡൂവേഴ്സ് രണ്ട് പേര്. മറ്റതിന്റെ ഈച്ച് അതർ മീനിങ് വരുന്നു. ഇതില് ടു പീപ്പിൾ ആർ ദ ഫൈൽസ്, ടു പീപ്പിൾ ആർ ദ ഫൈൽസ്. ഓക്കെ എന്നുള്ളത് ടു പീപ്പിൾ ആർ ദേർ. ഓക്കെ ഇനി ഏതാണ്? തഫീല്, ബാബു ഫഅല. ഒരെണ്ണം കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ പറഞ്ഞു തരണോ? നിങ്ങൾക്ക് പഠിക്കാനല്ല, ഇതിൽ പറഞ്ഞു തരാനൊന്നുമില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഫോം 4 ആദ്യത്തെ. ഇപ്പൊ നമ്മൾ ഫോം 2 കഴിഞ്ഞു, ഫോം 3 കഴിഞ്ഞു, ഫോം 4. ഇത് 3 എണ്ണം. ഓക്കെ ഈ ഫോം 4 എന്ന് പറയുന്നത് അതിന്റെ പേര് ബാബ് ഇഫ് ആൽ എന്നാണ്. ദിസ് ഇസ് ഫോം 4. ഫോം എന്തായാലും എഴുതി വെച്ചിരിക്കുക കേട്ടോ. ഓക്കെ ഇവിടെ ബാബ് ഇഫാൽ എന്ന് പറയുന്നത് ഫോം 4 ആൻഡ് ദിസ് ഇസ് എ മസ്തർ ഓഫ് ദിസ് ടേബിൾ. അക്രം, ഇതിന്റെ നമ്മൾ ഒരു എക്സാമ്പിൾ അസ്ലമ എടുക്കാം, അക്രമ എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. ഇപ്പൊ ഇതിൽ എക്സാമ്പിൾ തന്നിരിക്കുന്നത് അക്രമ യുക്രിമു ഇക്രാമൻ ഫഹുവ മുക്രിമുൻ, ഉക്രിമ യുക്രമു ഇക്രാമൻ ഫഹുവ മുക്രമുൻ, അൽ-അംറു മിൻഹു അക്രിം വന്നഹ്യു അൻഹു ലാ തുക്രിം. അപ്പൊ ഇവിടെ അക്രമ എന്ന് പറയുന്ന മാദി, യുക്രിമു എന്ന് പറയുന്നത് മുദാരെ ആൻഡ് ഇക്രാമൻ മസ്ദർ, അതാണ് ഇഫ് ആൽ എന്ന പാറ്റേൺ വന്നിരിക്കുന്നത്. മുക്രിമുൻ ഇസ് എ സം ഫാഇൽ, പിന്നെ ഉക്രിമ മജ്ഹൂൽ മാദി, യുക്രമു ഇസ് എ മുദാരി മജ്ഹൂൽ, ഇക്രാമൻ then മുക്രമുൻ ഇസ് എ ഇസം മഫ്ഊൽ, അമർ ഇസ് അക്രിം നഹി ഇസ് തുക്രിം. See, it is the same pattern. ഇതിൽ പറഞ്ഞു തരാൻ ഒന്നുമില്ല. ഇതിൽ ബേസിക്കലി ഇതിന്റെ മീനിങ് വരുന്നത്, സി ഞാൻ മീനിങ് പറയുന്നത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. ദിസ് ഇസ് ദ ഒരു ജനറൽ വൺ ഓഫ് ദ മീനിങ്സ് ആണ്.
വൺ ഓഫ് ദ മീനിങ്സ് ആണ്. ഇതിന് മീനിങ്സ് പിന്നീട് എന്താ പറയാ കോണ്ടെക്സ്റ്റ് അനുസരിച്ചിട്ട് അങ്ങോട്ട്. അപ്പൊ ഇതൊരു സ്പെസിഫിക് ഒരു നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടുള്ള മീനിങ് ആണ് ഇപ്പൊ പറയുന്നത്. ഓക്കെ, ഡിഫറെന്റ് അഗൈൻ റംല, വേർ ഇസ് ഇറ്റ് ഡിഫറെന്റ്? അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ നിങ്ങള് ബാബ് ഇഫ്ആൽ, ബാബ് ഇഫ്ആൽ, അതെങ്ങനെ ഡിഫറെന്റ് ആവുന്നതെന്ന്? ബാബ് ഇഫ്ആൽ. ഓക്കെ, I'll solve this issue today. ഓക്കെ, ഞാനത് അഡ്മിനിസ്ട്രേറ്റർ അടുത്ത് പറഞ്ഞത് സോൾവ് ചെയ്യാം. അപ്പൊ ഇതിലെ അപ്പൊ നിങ്ങൾ മീനിങ്ങിനെ കുറിച്ചിട്ട് നിങ്ങൾ കൂടുതൽ വറി ചെയ്യരുത്. നമ്മൾ ഇപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും മീനിങ് പഠിക്കലല്ല നമ്മളുടെ ഫോക്കസ്. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ പാറ്റേൺ, ലേൺ ഇറ്റ് ബൈ ഹാർട്ട്. ഖുറാനിൽ വരുന്നത് അനുസരിച്ച് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നെ പോവും. അത് വരും, അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഞാനൊരു പണി ചെയ്യാം. ഒറിജിനൽ ബുക്ക് ഞാൻ എന്റെ ഈ ബുക്ക് ഒരു വലിയ ബുക്കാണ്, 300 പേജസ് ഉണ്ട്. അത് ഞാൻ എന്റെ ഗ്രൂപ്പിൽ നിങ്ങളുടെ പോസ്റ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഞാൻ ഈ പഠിപ്പിക്കുന്ന പേജസ് ഒന്ന് നോട്ട് ചെയ്യുക. എന്താ, ബുക്ക് മുഴുവൻ പ്രിന്റ് ഔട്ട് എടുത്താൽ നല്ലതാണ്. ബട്ട് ഞാൻ ഈ ബുക്കിൽ നിന്നും കുറച്ച് പഠിപ്പിക്കും, വേറെ ബുക്കിൽ നിന്നും പഠിപ്പിക്കും. ഇത് റെഫറൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ അത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ട് സീരിയസ് ആയിട്ട് അറബിക്കിൽ മുമ്പോട്ട് പോകാൻ താല്പര്യമുള്ളവർ ഈ ബുക്ക് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക. ഇഫ് യു ഹാവ് മണി, because ഇത് റെഫറൻസിന് പറ്റിയ നല്ലൊരു ബുക്കാണ്. it's not available everywhere. It's very hard to find this book. അപ്പൊ അതുകൊണ്ട് I got it from പാകിസ്ഥാനി മദ്രസയിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഫുൾ ബുക്ക് അയച്ചു തരാം. then it's up to you what to do. okay. ഓക്കെ, അപ്പൊ ഇത് ബാബ് ഇഫാൽ, അക്രമ യുക്രിമു ഇക്രാമൻ ഫഹു മുക്രിമുൻ. ഇത് നിങ്ങൾ അത് കാണാതെ പഠിക്കാതെ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ഞാൻ അതിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് കളിക്കുന്നില്ല. ഇതിൽ ബേസിക്കലി പറയുമ്പോൾ അക്രമ, ഇതിന്റെ മീനിങ് വരികയാണെങ്കിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ. ഡോണ്ട് വറി ടു മച്ച് അബൌട്ട് ദ മീനിങ്. അക്രമ എന്ന് പറയുമ്പോൾ ബേസിക്കലി ഇപ്പോ കറുമ എന്ന് പറയുന്നത് ഹീസ് നോബിൾ എന്നാണ് മീനിങ് വരുന്നത്. കറുമ എന്ന് പറയുമ്പോൾ. അക്രമ എന്ന് പറയുമ്പോൾ ഹി മെയ്ഡ് സംവൺ നോബിൾ എന്ന് വെച്ചാൽ അങ്ങനെ ഒരാളെ നമുക്ക് നോബിൾ ആക്കാൻ പറ്റും. ഇറ്റ് ഡസന്റ് മേക്ക് സെൻസ് ബട്ട് ദാറ്റ് മീൻസ് ഹി റെസ്പെക്ടഡ് ദാറ്റ് പേഴ്സൺ എന്നുള്ള മീനിങ് വരും. അപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇത് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുള്ള കൺഫ്യൂഷൻ ഒക്കെ വരും. അതൊക്കെയാണ് ഞാൻ ആദ്യമേ നിങ്ങളോട് അഡ്വാൻസ് ആയിട്ട് പറയുന്നത്. ഡോണ്ട് വറി ടു മച്ച്. അത് നമ്മൾ ഇംഗ്ലീഷാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് ഒരു പരിധി ഉണ്ട് അറബിക്ക്. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു ഊഹം വെച്ചിട്ടൊന്നും നമുക്ക് മനസ്സിലാക്കാൻ, ജസ്റ്റ് ഇതിന്റെ മീനിങ് ഇങ്ങനെ ആവണം എന്ന് നമ്മളുടെ മനസ്സിലൊരു തോട്ട് ഉണ്ടാവാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് മീനിങ് പറഞ്ഞു തരുന്നത്. അല്ലെങ്കിൽ ഐ വുഡ് നോട്ട് ഹാവ് ടച്ച് ദ മീനിങ്. പിന്നെ ഞാൻ പഠിച്ചതുകൊണ്ട് എനിക്കത് പറഞ്ഞു തരാതിരിക്കാൻ പറ്റൂല. ബിക്കോസ് അത് സോളിഡ് ഒതന്റിക് ഇൻഫർമേഷൻ ആണ്, വിച്ച് ഐ ഹാവ് ടു പാസ് ഇറ്റ് ടു യു. അതുകൊണ്ട് ഞാൻ പാസ് ചെയ്യുന്നു. അപ്പൊ കർമ്മ എന്ന് പറയുന്നത് ഹീസ് നോബിൾ എന്നാണ്. അക്രമ എന്ന് പറഞ്ഞാൽ ഹി മേഡ് സമ്മൺ നോബിൾ, വിച്ച് മീൻസ് ദാറ്റ് ഹി റെസ്പെക്ടഡ് ദാറ്റ് പേഴ്സൺ. അത് ഇനി വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജലസ എന്ന് പറഞ്ഞാൽ ഹി സാറ്റ്. അജ്ലസ എന്ന് പറയുകയാണെങ്കിൽ ഹി മെയ്ഡ് സംവൺ സിറ്റ്. ഇംഗ്ലീഷിൽ ഇത്ര ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയാൻ പറ്റുള്ളൂ. ഹി മെയ്ഡ് സംവൺ സിറ്റ്. ഓക്കെ, അതൊന്ന്. പിന്നെ ഓക്കെ, ഇനി എന്താ ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു ബാബിനെ കുറിച്ച്. ബാബ് ഇഫാൽ ആൻഡ് ഇറ്റ് ഈസ് ഫോം 4. വളരെ ഇമ്പോർട്ടന്റ് ബാബാണ്. ആൻഡ് ഇതിന്റെ ഇവിടെ ഉള്ള ഈ ഒരു ഹംസ എന്ന് പറയുന്നത് ഹംസത്തുൽ ഖതയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഇതിന്റെ മാദി ആൻഡ് മുദാരി ആൻഡ് അമർ ആൻഡ് നഹി എക്സ്പാൻഷൻ ആണ്. അക്രമ, അക്രമ, അക്രമു, അക്രമത്, അക്രമത, അക്രംന, അക്രംത, അക്രംതുമ, അക്രംതും, അക്രംതി, അക്രംതുമ, അക്രംതുന്ന, അക്രംതു, അക്രംന. പിന്നെ യുക്രിമു, യുക്രിമാനി, യുക്രിമൂന, തുക്രിമു, തുക്രിമാനി, യുക്രിംന, തുക്രിമു, തുക്രിമാനി. അതങ്ങനെ പോകുന്നു. ആൻഡ് ഉക്രിമു, നുക്രിമു. ഇതൊക്കെ ഖുറാനിൽ വരുന്നതാട്ടോ. ഇതെല്ലാം ഖുറാനിൽ വരുന്നതാണ്. യു വിൽ ഫൈൻഡ് ഇറ്റ് എവ്രിവെയർ. പിന്നെ അമർ വരുന്നു ലി യുക്രിം, ലി യുക്രിം, ലി യുക്രിമ, ലി യുക്രിമു. അത് സെയിം. പിന്നെ ഇവിടെ അക്രിം, അക്രിമ, അക്രിമു, അക്രിമി, അക്രിമ, അക്രിംന. പിന്നെ ലാ യുക്രിം, ലാ യുക്രിമ, ലാ യുക്രിമു, ലാ തുക്രിം. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് ടു എക്സ്പ്ലെയിൻ ഹിയർ. പിന്നെ ഇസം ഫാഇൽ മുക്രിമുൻ, മുക്രിമാനി, മുക്രിമൂന, മുക്രിമത്തുൻ, മുക്രിമത്താനി, മുക്രിമാത്തുൻ. അപ്പൊ ഇന്ന് നമ്മൾ 3 ബാബ് പഠിച്ചു. നിങ്ങൾക്ക് പണിയായി. 3 ബാബല്ല പഠിച്ചത്, ശരിക്കും 2 ബാബേ പഠിച്ചിട്ടുള്ളൂ. സർറഫ ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്തുള്ളൂ. ഓക്കെ,
ഞാൻ ആക്ച്വലി ഇന്നലെ ഒരു 3 ബാബും ഇന്ന് 3 ബാബും നാളെ 3 ബാബും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതോടുകൂടി തീർക്കാന്നാണ് വിചാരിച്ചത്. പക്ഷെ നിങ്ങൾക്ക് ഒരു 3-4 ദിവസം എക്സ്റ്റെൻഡ് ചെയ്ത് പോയി. ഇനി ഇത് അയ്യേ ഇന്നലെ പേടിച്ചു പോയാ, അപ്പൊ ഇന്ന് അതിലും കൂടുതൽ പേടിക്കണമല്ലോ. അൽഹംദുലില്ലാ. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആദ്യം പേടിക്കും. ഞാൻ അതാ നിങ്ങൾക്ക് ഞാൻ വാണിംഗ് തരുന്നത്. നിങ്ങൾ ഇത് കണ്ടിട്ട് ഞാൻ മാക്സിമം പേടിപ്പിക്കുന്നതാണ്. പേടിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് ശീലമായിക്കോളും. ഡോണ്ട് വറി. ഇത് നമ്മള് ആദ്യം കാണുമ്പോൾ ഒരു പേടിയുള്ളൂ. നമുക്ക് എന്ത് സാധനം ആദ്യമായിട്ട് പഠിക്കുമ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടാവില്ലേ, അത് കഴിഞ്ഞാൽ നമ്മൾ വിൽ ഗെറ്റ് യൂസ് ടു ഇറ്റ്. അപ്പൊ ഇത് ഡോണ്ട് വറി, ഇതൊക്കെ സിമ്പിൾ സാധനമാണ്. ഇതിലൊന്നും ഒരു കോംപ്ലിക്കേഷൻ ഇല്ല. ആ ടേബിൾ കാണാൻ പഠിക്കുക. ടേബിളിന്റെ പാറ്റേൺ നിങ്ങൾക്ക് ഇപ്പൊ കുറെ ഒക്കെ മനസ്സിലായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഏത് ഫീൽ വന്നാലും നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ച് പറയൊന്നും അടിക്കേണ്ട കാര്യമില്ല. ഇത് ചുമ്മാ പഠിക്കാം. മാതി മുതാരി. ഓക്കെ, അപ്പൊ നമ്മള് ബാബ് തഫയിൽ പഠിച്ചു, വിച്ച് ഇസ് ഫോം 2, സറഫ യുസരിഫു തസ്രീഫൻ. പിന്നെ ഫോം 3 പഠിച്ചു. ഫോം 3 ബാബ് മുഫ അലത്തുൻ, കാത്തല യുക്കാത്തിലു മുക്കാത്തലത്തുൻ, അത് പഠിച്ചു. പിന്നെ മൂന്നാമത് പഠിച്ചത് ഫോം 4 അക്രമ യുക്രിമു ഇക്രാമൻ, അതും പഠിച്ചു. അപ്പൊ എല്ലാ ബാബിനും ഒരു എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ദാറ്റ് ഹെൽപ്സ് യു. യെസ്, ഇൻക്ലൂഡിങ് യെസ്റ്റർഡേസ് ബാബ് തഫീൽ. പക്ഷെ ഞാൻ മൂന്നെണ്ണം ഇത് ഈ ആഴ്ച അങ്ങ് തീർക്കാന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നിട്ട് നിങ്ങൾക്ക് 3-4 ദിവസം വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാനും കാണാതെ പഠിക്കാനും സമയം തരാന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ തീർന്നില്ല. അപ്പൊ മിക്കവാറും അടുത്ത ആഴ്ച നമ്മുടെ തീരുള്ളൂ. അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് എന്തായാലും തീരും. അപ്പൊ അടുത്ത ആഴ്ച നമ്മൾ സൂറ മുനാഫിക്കും ചെയ്യും. അപ്പൊ സൂറ മുനാഫിക്കും നിങ്ങളൊന്ന് റെഡിയാക്കി വെക്കുക, അതെങ്ങനെ ചെയ്യേണ്ടത്. അപ്പൊ ഇതും തീർക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം. അപ്പൊ ഈ 3 ബാബ്സ് നിങ്ങൾ തറവായിട്ട് പഠിക്കണം കേട്ടോ. ഇന്ന് തന്നെ പഠിത്തം തുടങ്ങിക്കോ, തറവായിട്ട് പഠിച്ചോ. ഇതിന്റെ സബ് സഗീറും സബ് കബീറും എല്ലാം നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് മുദാരി ആൻഡ് മാദി ആൻഡ് മുദാരിയും തറോ. പിന്നെ ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് അയല് വരുമ്പോ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ഡോണ്ട് വറി. അപ്പൊ അപ്പൊ പഠിച്ചു പോണം, അല്ലെങ്കിൽ അത് കുളമാവും. എല്ലാം കൂടെ കണ്ട് നിങ്ങൾ പിന്നെ ക്ലാസ് നിർത്തി പോവും. അപ്പൊ അതുകൊണ്ട് ആ ഒരു ടെൻഷൻ വേണ്ട കേട്ടോ, മര്യാദക്ക് ചെയ്തോളണം. പിന്നെ വേറെ ഉള്ളത് ഓക്കെ, അപ്പൊ ഇന്നും നാളെയും കൊണ്ട് 3 ബാബ്സ് വേറെ പഠിപ്പിക്കാം. പിന്നെ തിങ്കളാഴ്ച വേറെ, പിന്നെ ചൊവ്വ ബുധൻ നമ്മള് സൂറ മുനാഫിക്കും ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മള് അപ്പൊ അത് കഴിഞ്ഞിട്ട് ആഴ്ചയിൽ നമ്മൾ ബുക്ക് 2 സ്റ്റാർട്ട് ചെയ്യണു ഇൻഷാ അള്ളാ. ഓക്കെ, ഇനിയിപ്പൊ വേറെ സാധനം ഞാൻ പറയാം. അപ്പൊ സൂറ മുനാഫിക്കും നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ loveforallah.net loveforallah.net എന്ന് പറഞ്ഞ സൈറ്റിൽ കയറുക. ഓക്കെ, ആ സൈറ്റിൽ കയറിയിട്ട് ആ സൈറ്റിൽ കയറുമ്പോ ഇങ്ങനെ വരും. ഓക്കെ, ഇങ്ങനെ വന്നു കഴിയുമ്പോ ഇവിടെ ഹോളി ഖുറാൻ കാണും. ഹോളി ഖുറാനിൽ ഖുറാൻ ഇൻ വർക്ക്ഷീറ്റ് തന്നെ ഉണ്ടോ, അത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ യു വിൽ ഹാവ് ദ ലിസ്റ്റ് ഓഫ് ഓൾ ദ സൂറാസ്. ഓക്കെ, നമ്മൾ ചെയ്യാൻ പോണത് സൂറ മുനാഫിഖൂൻ ആണ്. നോക്കട്ടെ, ആർക്കെങ്കിലും അറിയോ അത് ഏത് നമ്പറാണ്? ഐ ഫർഗോട്ട്. മുനാഫിഖൂൻ, യാസ് 63. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ പ്രസ് ചെയ്യണം. അപ്പൊ ഇതിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോ ഇതിങ്ങനെ വരുന്നു. അണ്ടർസ്റ്റുഡ്? ഇത് ഇങ്ങനെ വരുമ്പോൾ ഇത് 6 ഷീറ്റ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഞാൻ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അത് എളുപ്പമായിട്ട് ഇതിന്റെ ഇൻഫർമേഷൻസ് ഒക്കെ അതിന്റെ താഴെ എഴുതാൻ പറ്റും. മനസ്സിലായോ? ഇപ്പൊ ഇതാ എന്താണ് ജാ മുനാഫിഖൂൻ, ഇതെന്താണ്, മുബ്തദയാണ്, ഖബറാണ്, ഇതിന്റെ ട്രാൻസ്ലേഷൻ എന്താണ്, 3 ലൈൻ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിൽ എഴുതുമ്പോ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 3-4 കളറിലെ പേനകൾ എടുക്കുക. ആ പേനകൾ എടുത്തിട്ട് ഒരു കളർ വെച്ചിട്ട് നിങ്ങൾ അർത്ഥം എഴുതുക, ഒരു കളർ വെച്ചിട്ട് ഗ്രാമർ അനാലിസിസ് ചെയ്യുക, അടുത്ത കളർ വെച്ചിട്ട് ഇതിന്റെ താഴെ ട്രാൻസ്ലേഷൻ എഴുതുക. അണ്ടർസ്റ്റുഡ്? അപ്പൊ 3 കളേഴ്സിൽ അത്. പിന്നെ ഹൈലൈറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഹൈലൈറ്റ്, ചില കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യണം തോന്നുകയാണെങ്കിൽ ഹൈലൈറ്റർ ഉപയോഗിക്കാം. എന്നിട്ട് യു ഹൈലൈറ്റ് ഇറ്റ്. ഓക്കെ, ഇത് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് അടുത്ത ആഴ്ച റെഡി ആയിരുന്നാ മതി കേട്ടോ. എല്ലാ സൂറയുടെയും ഇതിലുണ്ട്. ഞാനിപ്പോ തഫ്സീറൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ഇങ്ങനത്തെ ഇത് എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് എളുപ്പമാണ്. പിന്നെ എക്സ്ട്രാ വൈറ്റ് ഷീറ്റ്സ് വെച്ചിട്ട് അത് അതിന്റെ കൂടെ ആഡ് ചെയ്ത് ചെയ്യാണ് ചെയ്യാറ്.
ഇത് 6 പേജാന്ന് എനിക്ക് തോന്നുന്നു. You just check. I think it is 6 pages. 6 pages ഉണ്ട്. Okay. Okay. അപ്പൊ അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് ഏത് രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ചെയ്യുന്ന രീതിയാണ് ഇപ്പൊ നിങ്ങളോട് പറഞ്ഞത്. You can do it whichever way you want. Okay. Okay. അപ്പൊ ഇനി എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്? ഡൗട്ട്സ് ഇനി 5-6 മിനിറ്റ്. ഞാൻ പുതിയത് പഠിപ്പിക്കുന്നില്ല. പുതിയത് പഠിച്ച് നിങ്ങൾ ഒരുപാട് ആക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ബുക്കിന്റെ ഫുൾ ആയിട്ടുള്ളത് അയച്ചു തരാം. ദെൻ യു ക്യാൻ ഡു വാട്ട് എവർ. ഞാൻ അല്ലെങ്കിൽ അഡ്മിൻസിനോട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സോൾവ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ക്ലാസ് നിർത്താം. ഓക്കെ, യാ മസ്റ്റർ ഫോം ആണ് ബാബ് നെയിം. യെസ്, നസല